ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനുജൻ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് തലവേദനയുടെ കാരണങ്ങളും അതും അകറ്റാനായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ടിപ്സുകളും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തലവേദന വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കിടന്നുറങ്ങാറൊക്കെ ഉണ്ട്. തലവേദന വന്ന് കിടക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഒരു ചെറിയൊരു കാര്യം ആ കിടക്കുന്ന സമയത്ത് ചെയ്യുക. നിങ്ങളുടെ പില്ലോ എന്ന് മാറ്റി വയ്ക്കുക, അതായത് തലയണ ഇല്ലാതെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ തലയിലേക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരികയും തലവേദന അകറ്റാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ മൈഗ്രെയിൻ തലവേദനയൊക്കെ വന്നിട്ട് മണിക്കൂറുകൾ തലവേദന അനുഭവിച്ച ഒരു വ്യക്തി എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. വളരെ ബുദ്ധിമുട്ടായിട്ട് തലവേദന വന്ന് ഇനി എന്ത് ചെയ്യണം, ഇനി ഹോസ്പിറ്റലിൽ പോകണം, അത്രയൊരു കണ്ടീഷനിലേക്ക് നിൽക്കുന്ന ഒരു കേസിലാണ് ഇതുപോലെ ഒന്ന് പില്ലോ മാറ്റി ഒന്ന് കിടന്ന് നോക്കാനായിട്ട് ഒരാൾ പറഞ്ഞിട്ട് അതനുസരിച്ച് ചെയ്തതാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ തലവേദന മാറിയെന്നുള്ളതാണ്. അപ്പോൾ ഒരു ജലവുമില്ലാത്ത കാര്യമാണ്, നമുക്ക് ചെയ്തു നോക്കാവുന്ന ഈസി ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഇനി തലവേദന വരുന്ന അവസരത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, പില്ലോ മാറ്റിയിട്ട് കിടക്കുക. അപ്പം നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനത്തെയും തലവേദന മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും കൂടി ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സുകൾ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കുന്നത് തലവേദന മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ തലവേദനയൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന പഴവർഗ്ഗങ്ങളിൽ ആപ്പിൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ തലയുടെ മുൻഭാഗത്താണ് വേദന വരുന്നതെങ്കിൽ, അതായത് ഈ ഒരു ഭാഗത്തൊക്കെയാണ് വേദന വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം നന്നായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അതായത് ശരിയായ രീതിയിലുള്ള ഉറക്കം കിട്ടുന്നില്ല. നമ്മൾ ഉറക്കത്തിൽ പല പ്രാവശ്യം എണീക്കുന്ന അവസ്ഥ, പല പ്രാവശ്യം സ്വപ്നം കാണുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറക്കം ക്വാളിറ്റി ഉള്ളതല്ല എന്നാണ് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ സ്ട്രെസ്സൊക്കെ ആണെങ്കിൽ അതൊക്കെ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ള ബ്രെയിൻ ടോണിക് എന്ന് പറയുന്നത്. ഉറക്കം നല്ല ക്വാളിറ്റി ഉള്ളതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്ട്രെസ്, ആൻസൈറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അകറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു ടോണിക്ക് നമ്മൾ ദിവസവും 1 സ്പൂൺ എന്ന കണക്കിന് കഴിച്ചാൽ മതി. സ്ട്രെസ്സൊക്കെ അകറ്റാനായിട്ടും മൈൻഡ് നല്ല കൂളായിട്ടിരിക്കാനായിട്ടും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ പേര് ബ്രെയിൻ ടോണിക് എന്നാണ്. ഹെർട്ട്നട്ട് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബ്രെയിൻ ടോണിക് ആണ്. ഇപ്പൊ തലവേദന വരുന്നത് തലയുടെ മുകളിലാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ അത് ജ്യൂസ് ആയിക്കോട്ടെ, നോർമൽ വെള്ളം ആയിക്കോട്ടെ, അങ്ങനെ കുടിക്കുക. ചായ, കാപ്പി അതല്ല കേട്ടോ. നോർമൽ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. നമ്മൾ ഡെയിലി കുടിക്കേണ്ട അളവിൽ കുറവായിട്ടാണ് വെള്ളം കുടിക്കുന്നത് എന്നാണ് അതിൻ്റെ ഒരു സൂചന. അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കുക. പിന്നെ തലയുടെ പിൻഭാഗത്താണ് വേദനയെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, കാര്യങ്ങൾ കൂടുതലുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. അങ്ങനെയുള്ളവർ ആ ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട്, ഓവർ തിങ്കിങ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നാളെ പറ്റി ഒരുപാട് ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്നത്തെ കാര്യം തന്നെ മതി. ഇന്ന് നാളത്തേക്ക് പറ്റി ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് എങ്ങനെ വരും ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാം ദൈവത്തിന് വിടുക. ദൈവം എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്യും എന്ന് തന്നെ എല്ലാം നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ട് ഇന്ന് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ലൊരു ജീവിതം തന്നെ ആയിരിക്കും എന്ന് വേണം കരുതാനായിട്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനെയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് സംഭവിക്കും. നമ്മൾ നെഗറ്റീവാണ് നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതെങ്കിൽ അതുപോലെ നെഗറ്റീവ് ആയിരിക്കും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കും എന്ന് മാത്രം ചിന്തിക്കുക. നമ്മൾ ഇപ്പം ഏത് അവസ്ഥയാണെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കില്ല. വളരെ നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പോകും എന്ന് തന്നെ വിശ്വസിക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ തലയുടെ ഏതെങ്കിലും ഒരു വശത്താണ് വേദന, വലതുവശം അല്ലെങ്കിൽ ഇടതുവശം എന്നൊക്കെ പറയില്ല, അങ്ങനെ ഏതെങ്കിലും ഒരു വശത്താണ് വേദനയെങ്കിൽ പോഷകാഹാരത്തിന്റെ കുറവും അതേപോലെ തന്നെ ഉറക്കക്കുറവുമാണ് കാരണം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ബ്രെയിൻ ടോണിക് ഉപയോഗിക്കാം. പ്ലസ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. നല്ല ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു വേദനയുടെ പ്രശ്നങ്ങൾ മാറും. നമുക്ക് ഒരുപാട് ആകുലതകൾ അല്ലെങ്കിൽ കുറേ വർക്ക് ലോഡ് കാര്യങ്ങളുള്ള അവസരത്തിലായിരിക്കും ഈ ഒരു സൈഡിലൊക്കെയുള്ള പെയിൻ വരിക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പനി, ജലദോഷം ഇതിന്റെ ഭാഗമായിട്ടും നമുക്ക് തലവേദനകൾ വരാറുണ്ട് അല്ലെ.
അപ്പൊ അതിന് നമുക്ക് തുളസി ഇല ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതിന്റെ കാരണം തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് അതിന് സമയമില്ലാത്തവർക്കും ഉപയോഗിക്കാവുന്നതാണ്. തുളസി ഡ്രോപ്പ് 6 തരം തുളസിയുടെ എക്സ്ട്രാക്ട് ചേർത്തിട്ടാണ്. ഇത് 1-2 ഡ്രോപ്പ് പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസിൽ മിക്സ് ചെയ്യുക, നമ്മൾ കുടിക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ഡെയിലി നമ്മൾ അങ്ങനെ കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി കുറവ് നമുക്ക് മാറിക്കിട്ടും. പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് നല്ലതാണ്. സ്ഥിരമായിട്ട് തുമ്മൽ വരുന്നവർ, തലവേദന വരുന്നവർ, ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നവർക്ക് ഒരു ബോട്ടിൽ ഒന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മാറ്റം തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും ആവശ്യമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഇതിന്റെ പ്രൈസ് വരുന്ന ഒരു 300 രൂപ റേഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.